ഹരിശ്രീഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീഗുരുഭ്യോ നമ. ഓം ലളിതാപരമേശ്വര്യൈ നമ. എല്ലാവർക്കും ഗായതിയിലേക്ക് സ്വാഗതം. ശ്രീലളിതാ സഹസ്രനാമങ്ങളിലെ അടുത്ത നാമത്തിലേക്ക് പോവുകയാണ്. കാമ്യ കാമകലാരൂപ കദംബകുസുമപ്രിയ. ശ്രീ പരമേശ്വരന് കാമിക്കുന്നതിനു വേണ്ടി എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ദേവി, കാമകലാസ്വരൂപിണിയായിരിക്കുന്ന ദേവി. കദംബപ്പൂക്കൾ ദേവി കിരീടത്തിന് ഇരുവശത്തുമായിട്ട് ചാർത്തിയിരിക്കുന്നു മുടിയിൽ. അടുത്തത് കല്യാണി ജഗതി കന്ദ കരുണാരസസാഗര. കല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മംഗളം. കല്യാണി മംഗളപ്രദയായിരിക്കുന്ന ദേവി. കന്ത് എന്ന് പറഞ്ഞാൽ വിത്ത്. ജഗത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണം ആദിപരാശക്തിയായ ദേവിയാണ് എന്നാണ് പറയുന്നത്. കരുണാരസസാഗര, കരുണാരസത്തിൻ്റെ സമുദ്രമായിട്ടിരിക്കുന്ന ദേവി തൻ്റെ ഭക്തരിൽ കരുണാരസം ചൊരിയുന്നു. അടുത്തത് കലാവതി കലാലാപ കാന്ത കാദംബരി പ്രിയ. കലാവതി മുമ്പ് പറഞ്ഞിട്ടുണ്ട് 64 കലകൾ, ഗീതം, നാട്യം, വാസ്തുവിദ്യ, ചിത്രരചന തുടങ്ങി 64 കലകൾക്ക് ആശ്രയമായിട്ടിരിക്കുന്ന ദേവി. കലാലാപ മധുരഭാഷിണിയായിട്ടിരിക്കുന്ന ദേവി. കാന്ത കാന്തിയുള്ള ദേവി. തന്നെ ഉപാസിക്കുന്ന ഭക്തൻ കാന്തമാണെങ്കിൽ ദേവി ഇരുമ്പായിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്, ആകർഷിക്കുന്നു എന്നാണ് പറയുന്നത്. കാദംബരി പ്രിയ. കദംബ പുഷ്പങ്ങളിൽ നിന്നെടുക്കുന്ന ഒരു തരം തേനാണ്. ആ തേന് ദേവിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് വരദ വാമനയന വാരുണി മദവിഹ്വല. വരദ വരങ്ങൾ വാരിക്കോരി നൽകുന്ന ദേവി. തൻ്റെ ഭക്തരെ ദേവിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വരങ്ങൾ വാരിക്കോരി നൽകുന്നു എന്നാണ് പറയുന്നത്. വാമനയന മനോഹരമായ നയനത്തോടു കൂടിയ ദേവി. വാരുണി മദവിഹ്വല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈന്തപ്പഴ രസമായിട്ടുള്ള വാരുണി മധു, അത് കുടിച്ച് അതിൻ്റെ ലഹരിയിൽ ആനന്ദത്തോടെ ഇരിക്കുന്ന ദേവി. അങ്ങനെയാണ് ഇവിടെ അർത്ഥം. അടുത്തത് വിശ്വാധിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി. വിശ്വം കവിഞ്ഞു നിൽക്കുന്ന ദേവി, വേദങ്ങളാൽ അറിയപ്പെടുന്ന ദേവി, വിന്ധ്യാചലത്തിൽ താമസിക്കുന്ന ദേവി. അടുത്തത് വിധാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി. വിധാത്രി പ്രപഞ്ചവിധാനം നിർവഹിക്കുന്ന ദേവി. വേദജനനി വേദങ്ങളെ ജനിപ്പിച്ചത് ദേവിയാണെന്ന് പറയുന്നു. വിഷ്ണുമായ വിഷ്ണുവിൻ്റെ മായാശക്തിയായിട്ടുള്ള ദേവി. വിലാസലോലയായിരിക്കുന്ന ദേവി. അടുത്തത് ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞ പാലിനി. പ്രകൃതിയാവുന്ന ശരീരത്തോടു കൂടിയ ദേവി. ശരീരത്തിൻ്റെ ഈശ്വരിയായിരിക്കുന്നു ദേവി. ശരീരത്തിൻ്റെയും ശരീരത്തിലുള്ള ജീവൻ്റെയും ആധാരവും പാലനവും നിർവഹിക്കുന്നത് ദേവിയാണ്. ക്ഷയവൃദ്ധി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത. ക്ഷയം നാശം, വൃദ്ധി വളർച്ച, ഇത് രണ്ടും ദേവിയെ ബാധിക്കുന്നില്ല. ക്ഷേത്രപാല സമർച്ചിത, ശിവൻ്റെ മറ്റൊരു പേരാണ് ക്ഷേത്രപാലൻ. ക്ഷേത്രപാലനാൽ പൂജിക്കപ്പെടുന്നത് കൂടിയായ ദേവിക്ക് നമസ്കാരം. അടുത്തത് വിജയ വിമല വന്ദ്യ വന്ദാരു ജനവത്സല. വിജയ എപ്പോഴും വിജയിക്കുന്ന ദേവി. വിമല മാലിന്യമില്ലാത്ത മനസ്സാണ് ദേവിക്ക്. വന്ദ്യ സർവരാലും വന്ദിക്കപ്പെടുന്ന ദേവി. വന്ദാരു ജനവത്സല
തന്നെ വന്ദിക്കുന്ന ഭക്തരിൽ അതിയായി വാത്സല്യം ഉള്ള ദേവി. വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി. വാഗ്ദേവതയായും മനോഹരമായ തലമുടിയോടുകൂടിയും അഗ്നിമണ്ഡലത്തിൽ ഇരിക്കുന്നതുമായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ഓം മഹാദേവ്യൈ നമഃ.